1956-ൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട നമ്മുടെ സംസ്ഥാനം സ്വന്തം മാതൃഭാഷയിലെ കേരളം എന്ന പേര് ഔദ്യോഗികമായി തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നതിന്റെ നിർണായക ഘട്ടത്തിലാണിപ്പോൾ. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ഈ ബില്ല് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 2023 ഒരു പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ചില സാങ്കേതിക വിശദീകരണങ്ങളൊക്കെ ആവശ്യമായിരുന്നതിനാൽ 2024 ജൂണിൽ വീണ്ടും ഇത് സഭയിൽ അവതരിപ്പിക്കുകയും കേരള നിയമസഭ ഐകകണ്ഠേന ഈ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാള ഭാഷയിലും സ്വാതന്ത്ര്യസമര കാലഘട്ടങ്ങളിലും ഈ പ്രദേശം കേരളം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് രേഖപ്പെടുത്തുകയും ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിലുള്ള 22 അംഗീകൃത ഭാഷകളിലും ഇംഗ്ലീഷിലും കേരളം എന്ന് ഏകീകൃതമായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ഈ മാറ്റത്തിലൂടെ നമ്മൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 അനുസരിച്ച് പുതിയ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കാനും അതിരുകളൊക്കെ മാറ്റാനും സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാനും പാർലമെന്റിന് പൂർണ്ണ അധികാരമുണ്ട്. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ആർട്ടിക്കിൾ 4 പ്രകാരം അനുച്ഛേദം 3 ഉപയോഗിച്ച് നടത്തുന്ന പേരുമാറ്റങ്ങൾ അനുച്ഛേദം 368 പ്രകാരമുള്ള പ്രത്യേക ഭരണഘടനാ ഭേദഗതിയായി കണക്കാക്കില്ല. അതായത് ഇതിന് പാർലമെന്റിന്റെ സാധാരണ ഭൂരിപക്ഷം മാത്രം മതിയാവും. ഇത്തരത്തിൽ പേര് മാറ്റുന്നതിന് ചില നടപടിക്രമങ്ങൾ കൂടിയുണ്ട് കേട്ടോ. ആദ്യം സംസ്ഥാന നിയമസഭ പേര് മാറ്റുന്നതിനുള്ള പ്രമേയം പാസാക്കുന്നു. പിന്നീട് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ അത്യാവശ്യമായി വരും. ബില്ല് പാർലമെന്റിൽ വരുന്നതിന് തൊട്ട് മുൻപ് രാഷ്ട്രപതി അത് സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായത്തിനൊക്കെ ആയിട്ട് അയക്കാറുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും സാധാരണ ഭൂരിപക്ഷത്തോടെ ബില്ല് പാസ്സാക്കണം. രാഷ്ട്രപതി ഇതിനകത്ത് ഒപ്പുവെക്കുന്നതോടുകൂടി ഔദ്യോഗിക വിജ്ഞാപനം വരികയും കേരളം എന്ന പേര് നിലവിൽ വരികയും ചെയ്യുമെന്നതാണ് ഇതിൻ്റെ പ്രൊസീജിയറായിട്ട് പറയാനുള്ളത്. 2011 ഒറീസ എന്നത് ഒഡീഷ എന്ന് മാറ്റിയപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി ആവശ്യമായി വന്നു. എന്നാൽ കേരളത്തിന് ഇതെന്തുകൊണ്ട് ബാധകമല്ല എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഒഡീഷയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ പേര് മാത്രമല്ല, അവരുടെ ഔദ്യോഗിക ഭാഷയുടെ പേര് ഒറിയ എന്നതിൽ നിന്ന് ഒഡിയ എന്നും മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. 8-ാം ഷെഡ്യൂളിലെ ഭാഷയുടെ പേര് മാറ്റാൻ അനുച്ഛേദം 368 പ്രകാരമുള്ള പ്രത്യേക ഭരണഘടനാ ഭേദഗതി അത്യാവശ്യമാണ്. എന്നാൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഭാഷ മലയാളം തന്നെയായി തുടരുന്നതിനാൽ 1-ാം ഷെഡ്യൂളിലെ പേരുമാറ്റം മാത്രം മതിയാകും. അപ്പോൾ അതുകൊണ്ട് അനുച്ഛേദം 3 പ്രകാരമുള്ള സാധാരണ ഒരു ബില്ലായി പാസ്സാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന നിയമവശമായി പറയുന്നത്. 1950 യുണൈറ്റഡ് പ്രൊവിൻസ് എന്നത് ഉത്തർപ്രദേശായി മാറിയിട്ടുണ്ട്. 1969 മദ്രാസ് എന്നത് തമിഴ്നാടായി മാറി. 1973 മൈസൂർ എന്നത് കർണാടകമായി മാറി. ലക്ഷദ്വീപ്, മിനിക്കോയി, അമീൻ ദ്വീപുകൾ എന്നിവയൊക്കെ ലക്ഷദ്വീപായത് 1973 2007 ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡ് എന്ന രീതിയിൽ അറിയപ്പെട്ടു. പാർലമെന്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുന്നതോടെ ലോകമെമ്പാടും ഇനി നമ്മുടെ സംസ്ഥാനം ഔദ്യോഗികമായി കേരളം എന്ന് തന്നെ അറിയപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ കൂടിക്കൊള്ളുക.